ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ സഹോദരിയെ വണ്ടി ഇടിച്ച് കൊന്നവൻ ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോകുന്നതിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. തനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ താൻ ചെയ്യും. ഗുഡ് ബൈ. മോളെ, ചില കാലങ്ങളിൽ നമുക്ക് നല്ലത് മാത്രം സംഭവിക്കും. എന്നാൽ മറ്റു ചിലപ്പോ ദോഷങ്ങൾ സംഭവിക്കും. ഇപ്പൊ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദോഷങ്ങൾ മാത്ര. അതിന് പരിഹാരം കണ്ടേ തീരൂ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എത്രയും പെട്ടെന്നൊരു ജോത്സ്യനെ കാണണം. വേണമെങ്കിൽ ഞാനും കൂടി വരാം. വേണ്ട, വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയിൽ മോള് വരണ്ട. ഞാൻ തന്നെ പോയി ജോത്സ്യനെ കണ്ടോളാം. മോളെ, അച്ഛന് നല്ല ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ. മോള് ചെല്ലേ. ശരി അച്ഛാ. എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? എനിക്ക് അച്ഛനെ കാണണം. മോളെ, അച്ഛൻ വരും മോളെ. മോളെ ഇങ്ങനെ കിടന്ന് കരയാതെ. എത്ര ദിവസം എന്റെ മോളെ ഇങ്ങനെ കണ്ണും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നേ? എനിക്കിനി സഹിക്കാൻ വയ്യത്. അമ്മ ഈ കരച്ചില് കണ്ടോ? ഇവളോട് നമ്മൾ എന്ത് സമാധാനം പറയും? നീ വിഷമിക്കാതെ മീരേ. ഒരു കുഴപ്പം കൂടാതെ അവൻ ഇങ്ങ് തിരിച്ചു വരും. ഇത് കേട്ട് കാത്തിരിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് എന്റെ ഭർത്താവിന്റെ ജീവനാ വലുത്. എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിലെടുത്തേ പറ്റൂ. അമ്മ ഇത് പിടിച്ചേ. ദേ, എന്റെ പേരില് ആകെയുള്ള പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റാ. അമ്മ ഇത് അച്ഛനെ ഏൽപ്പിക്ക്. ഇത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ എന്തായാലും വേണ്ടില്ല. എങ്ങനെയെങ്കിലും എന്റെ അനൂപേട്ടനെ രക്ഷിക്കണം. അനൂപേട്ടനില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനിയും അനൂപേട്ടനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനും എന്റെ മോളും ഈ ഭൂമിയിലെ ജീവനോടെ ഉണ്ടാവില്ല. മീരേ, ഹലോ, തമ്പാൻ സ്പീക്കിംഗ്. എനിക്ക് മധുവിനോടാ സംസാരിക്കാനുള്ളത്. അണ്ണനോട് പറയാനുള്ളത് എന്നോട് പറഞ്ഞാ മതി. ഞാൻ അണ്ണന്റെ സെക്രട്ടറിയാ. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. മധുവിനോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. അത് ശരി, അത്രയ്ക്ക് ധൈര്യോ? നിങ്ങളാരാ? ഞാൻ മധുവിന്റെ ഒരു അഭ്യുദയകാംക്ഷയാ. ആര്? എടോ, ഞാൻ മധുവിനോട് താല്പര്യമുള്ള ഒരാളാണെന്ന്. അണ്ണാ, മര്യാദയ്ക്ക് അയാളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്ക്. അണ്ണോ. അണ്ണാ. ആരാ തമ്പാനെ? അണ്ണാ, അണ്ണനോട് താല്പര്യമുള്ള ഏതോ സ്ത്രീയാ. സംസാരിക്കണ്ണ. ഹലോ, ആരാ? ഇത് മധു തന്നെയാണല്ലോ അല്ലേ? അതെ. ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. നിങ്ങളാരാ? ഞാൻ ആരാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വിലപ്പെട്ടതാ. നിങ്ങൾ ആരാണെന്നറിയാതെ ഞാനെങ്ങനെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നു? എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സഹോദരിയെ വണ്ടി ഇടിച്ചു കൊന്ന അനൂപിനെ പറ്റിയാ.
ജാമ്യത്തിൽ ഇറങ്ങും. അന്ന് ഞാൻ അവനെ തീർക്കും. നിങ്ങൾക്കേ അവനൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അതിന് അവനെ നിങ്ങളുടെ കൈ കിട്ടിയിട്ട് വേണ്ടേ? അത് നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയാത്തതുകൊണ്ടാ. ഞാനൊരു കാര്യം തീരുമാനിച്ചാ അത് നടത്തിയിരിക്കും. ജാമ്യത്തിലിറങ്ങിയ അവനെ എന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് തരാന്ന് പറഞ്ഞവര് ഒരിക്കലും അത് ചെയ്യാനൊന്നും പോകുന്നില്ല. അവരെ അനൂപിനെ രക്ഷിക്കും. തനിക്ക് അവന്റെ പൊടി പോലും കിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അവന്റെയും അവന്റെ അളിയന്റെയും കുടുംബത്തില് പിന്നെ ഒരാളും ജീവിച്ചിരിക്കില്ല. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. അതിനു മുമ്പ് അവരവനെ ജാമ്യത്തിലെടുത്ത് വിദേശത്തേക്ക് കടത്തിയിരിക്കും. അവരുടെ പ്ലാൻ എങ്ങനെ നിങ്ങൾക്കറിയാം? അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ സഹോദരിയെ വണ്ടി ഇടിച്ച് കൊന്നവൻ ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോകുന്നതിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. തനിക്കെന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ താൻ ചെയ്യും. ഗുഡ് ബൈ. ഹലോ ഹലോ തമ്പാനെ, ജാമ്യത്തിലിറങ്ങിയാലുടൻ അവനെ പൊക്കിയിരിക്കണം. റെഡി അണ്ണ. അല്ല, ആരെയും പൊക്കേണ്ടത്? അവനെ, എന്റെ ലക്ഷ്മിയെ വണ്ടി ഇടിച്ചു കൊന്ന അനൂപിനെ. അവനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞവൻ നമ്മളെ ചതിക്കും. അവരവനെ ജാമ്യത്തിലെടുത്ത് വിദേശത്തേക്ക് രക്ഷപ്പെടുത്താൻ പോവാ. അണ്ണാ, എങ്കിൽ അവരുടെ വീട്ടുകാർ മുഴുവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുവാണ. അവൻ രക്ഷപ്പെട്ടിട്ട് അവന്റെ വീട്ടുകാരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് എന്ത് കാര്യം? കിട്ടേണ്ടത് അവനെയാ. അതിലൊരു കോംപ്രമൈസും ഇല്ല. എന്റെ ലക്ഷ്മിയെ ഇല്ലാതാക്കിയവനെ എന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് തീർക്കണം. അണ്ണാ, എന്നവനെ പൊക്കുന്ന കാര്യം നമ്മളെ ഏറ്റണ്ണ. ഇനിയുള്ള കാര്യങ്ങൾ ചെങ്കൽ മധു നോക്കിക്കോളും. സച്ചിക്കും അർച്ചനയ്ക്കും അവന്റെ പൊടി പോലും കിട്ടില്ല. അച്ഛനിത് എവിടെ പോയി? സാധാരണ ഈ സമയത്ത് ഇവിടെ പത്രം വായിച്ചിരിക്കുന്ന ആളാണല്ലോ. ഇനി എഴുന്നേറ്റില്ലേ?